നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മുടെ നാട്ടിൽ ധാരാളം പീഡന കഥകളും കേസുകളും പരാതികളും നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കന്മാർക്കിടെ എതിരെയും ഇപ്പോൾ അമ്മ എന്ന സംഘടനയിൽ ഒരു നടനും നടിയും തങ്ങൾ എല്ലാം അപസർപ്പ കഥകളോ അഭിഹിതങ്ങളോ ഒക്കെ ആണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ചിലരുടെ രാഷ്ട്രീയ ഭാവി തച്ചുടയ്ക്കുന്നതിന് വേണ്ടി ചിലർ കച്ചകെട്ടിയിറങ്ങുകയും മറ്റു ചിലരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ പറ്റി ഒരാളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പരമമായ പരസത്യം തന്നെയാണ്. ഈ സത്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഒരു പാവം പെൺകുട്ടി ഒരു കൊട്ടേഷൻ റേപ്പിൽപ്പെട്ട് ശരിക്കും വേദന അനുഭവിച്ച് കേരള സമൂഹത്തിന് മുമ്പിൽ നിന്ന് കരഞ്ഞത്. അന്ന് അവൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മലയാള സിനിമയിലെ നടീനായകന്മാരും അത് കഴിഞ്ഞിട്ട് ചില സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ പ്രഭുക്കളും ഒക്കെ മെഴുകുതിരി കത്തിക്കുകയും അവൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ പ്രഖ്യാപനങ്ങളും മെഴുകുതിരി കെട്ടതോടുകൂടി ആ പ്രഖ്യാപനങ്ങൾ അവസാനിച്ച് അവൾ ഒറ്റയ്ക്ക് ഏകയായി ഇതിനെയെല്ലാം നേരിടേണ്ടി വന്നു. ആ വണ്ടിക്കുള്ളിൽ 2 മണിക്കൂർ അവൾ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ കോടതി മുറിക്കുള്ളിലും കോടതിക്ക് പുറത്തും അകത്തും മാധ്യമങ്ങളിലുമായി അവൾ പിച്ച് ചീന്തപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പ്രതിഭാഗത്തിൻ്റെ ഏകദേശം ഒരു 2 ഡസനോളം അഡ്വക്കേറ്റ്സിൻ്റെ വൃത്തികെട്ടതായ പല ചോദ്യങ്ങളും അവൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ കരഞ്ഞുകൊണ്ട് മൊഴി കൊടുക്കേണ്ടി വന്നു. അവളുടെ ആവശ്യപ്രകാരമാണ് ഒരു വനിതാ ജഡ്ജിയെ അവളുടെ സ്വകാര്യത സംരക്ഷിക്കാനും അവൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാനും വേണ്ടിയാണ് ഒരു വനിതാ ജഡ്ജിയെ അവൾ തന്നെ ഹൈക്കോടതിയിൽ പോയി ആവശ്യപ്പെട്ട അനുസരിച്ച് കിട്ടിയത്. അതേ വനിതാ ജഡ്ജിയുടെ മുമ്പിൽ ഇതേ പെൺകുട്ടി നിന്ന് കരയുന്നതും കേഴുന്നതും കണ്ടിട്ടും ആ പെൺകുട്ടിയോട് ഇതാണ് യഥാർത്ഥത്തിൽ ഇത് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലേ എന്ന് ചോദിക്കവരെ ചെയ്തു എന്നാണ് പിന്നീട് അവൾ പറഞ്ഞത്. അവളുടെ അമ്മയാകാനുള്ള പ്രായമുള്ള അല്ലെങ്കിൽ ചേച്ചിയാവാനുള്ള പ്രായമുള്ള ഒരു ജില്ലാ ജഡ്ജായിരുന്നു അന്ന് സെഷൻസിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. ആ കേസിന് 2 എഫ്ഐആർ ഉണ്ടായിരുന്നു. ആ 2 എഫ്ഐആർ ഉണ്ടാകാനുള്ള സാധ്യതയെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ആ രേഖകളിൽ സൂചിപ്പിച്ചിരുന്നു. 2ാമത്തെ എഫ്ഐആറിൽ ഇതിൻ്റെ കൊട്ടേഷൻ കൊടുത്ത് ഈ റേപ്പിംഗ് ചെയ്ത് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കൈവശം വെച്ചിരുന്ന മലയാളത്തിലെ ഒരു നടനായിരുന്നു 8ാം പ്രതി. ആ 8ാം പ്രതിയെ വിടാൻ വേണ്ടി 7, 8, 9, 10 4 പ്രതികളെ 2ാമത്തെ എഫ്ഐആറിൽ വന്ന 2 അനുബന്ധ എഫ്ഐആറിൽ വന്ന 2 പ്രതികളെയും 4 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് ആ നടനെ സംരക്ഷിച്ചതിനെതിരെ കേരള സമൂഹത്തിൽ ധാരാളം ചർച്ച നടക്കുകയും അതിനെതിരെ ഹൈക്കോടതിയിൽ കേസും ഒക്കെ നിലനിൽക്കുകയാണ്. ഈ സംഭവങ്ങളുടെ എല്ലാം തെളിവായി നിൽക്കുന്ന മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ 3 കോടതി മുറിക്കുള്ളിൽ, നിങ്ങൾ ഓർക്കണം, പോലീസിൻ്റെയിലല്ല, 3 കോടതി മുറിക്കുള്ളിൽ വെച്ച് തുറക്കപ്പെട്ടെന്നും ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആക്രമിക്കപ്പെട്ട നടി ബഹുമാനപ്പെട്ട കോടതിയിൽ പോവുകയും ആ കോടതി തന്നെ ഇതിനെ കസ്റ്റോഡിയനായ ജില്ലാ ജഡ്ജിനോട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞു. യാതൊരു നടപടി ഞാനത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അത് കണ്ടവരുൾപ്പെടെ മാത്രമല്ല, ഈ കേസിലെ പ്രതിയായ നടൻ ഈ മെമ്മറി കാർഡ് കൊണ്ടുപോയി വെളിയിൽ ഏതോ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഇതിനെയൊക്കെ ഈ പെൺകുട്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ വരെ രേഖപ്പെടുത്തിയെന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. പലപ്പോഴും ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. എന്തായാലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കേസിനകത്ത് വെറുതെ വിട്ടവർക്കെതിരെ അപ്പീൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഹാഷ് വാല്യൂ മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ശരിയായ അന്വേഷണം നടത്തിയില്ലെന്നും ശരിയായ അന്വേഷണം പോലീസിനെ കൊണ്ട് നടത്തണമെന്നും, കോടതിക്ക് അന്വേഷണം നടത്തുന്ന അധികാരമില്ലല്ലോ, പോലീസിനെ കൊണ്ട് നടത്തണമെന്നും അതിന് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും അതിൻ്റെ സ്വകാര്യതയെ നഷ്ടപ്പെടുത്തുമില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളിടത്ത് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതിൻ്റെ സ്വകാര്യതയുടെ ലംഘനമാണെന്നും എൻ്റെ മൗലികാവകാശത്തിൻ്റെ ലംഘനമാണെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശരിയായ ഈ അതിജീവിതയായ യുവനടി ഹൈക്കോടതിയിൽ പോയത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ആ കേസ് കേൾക്കാനൊരു സിംഗിൾ ബെഞ്ച് ആ കേസിൽ നിന്ന് ഒഴിവായി. പേടിച്ചായിരിക്കാം. ഇന്നിതാ അടുത്ത വാർത്ത വരുന്നു. ഇന്ന് ആ കേസ് പരിഗണിക്കാനിരുന്ന നമ്മൾ വളരെ ധൈര്യശാലിയാണെന്ന് വിചാരിക്കുന്ന ഒരു സിംഗിൾ ജഡ്ജ് കൂടി മാറിയിരിക്കുന്നു. ഇനി 3ാമതൊരു ജഡ്ജ് വരണം ഈ കേസ് കേൾക്കാൻ. ഇവരൊക്കെ ആരെയാണ് ഭയക്കുന്നത്? ഇവിടുത്തെ സാധാരണക്കാരനും മാത്രമേ, കൂലിവേലക്കാരനും മധ്യവർഗത്തിലുള്ളവർക്കും, അതായത് പണമില്ലാത്തവനും പണമുള്ളവനും രാഷ്ട്രീയക്കാരനും മാത്രം ഈ നാട്ടിൽ ജീവിച്ചാൽ മതി എന്നുള്ള ധാരണയായിരിക്കാം. അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളുള്ളവർക്ക് മാത്രമേ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിങ്ങൾ കണ്ടല്ലോ, ഒരു കൗൺസിലറാണ് കാപ്പ കേസിലെ പ്രതി. അതും ഈ രാജ്യം ഭരിക്കുന്ന ഉച്ചം കൊള്ളുന്ന പാർട്ടിയുടെ കൗൺസിലറാണെന്ന് നോക്കണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു അശരണയായ ഒരു പെൺകുട്ടിക്ക്, ആലംബഹീനയായ ഒരു പെൺകുട്ടിക്ക്
ആരാണ് കരുത്ത് നൽകുന്നത്? എവിടെയാണ് വനിതാ വിമോചനക്കാർ? എവിടെ WCC എന്നൊക്കെ ഈ പെൺകുട്ടി പോലും ചോദിച്ചിട്ടുണ്ടാവും. അവൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരാളിനെ പോലും നമ്മൾ കണ്ടില്ല അവൾക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അവൾ ആർക്കു വേണ്ടിയാണോ ഈ കാര്യങ്ങൾ ചെയ്തത്, അവർ അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം മലയാള സിനിമയുടെയും പരസ്യരംഗങ്ങളിൽ ഉയർന്നു നിൽക്കുകയും കോടിക്കണക്കിന് അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. എന്തിനു വേണ്ടിയോ ആർക്കു വേണ്ടിയാണോ അവർ ഈ പറഞ്ഞ യുവതി ഇത്രമാത്രം ത്യാഗം അനുഭവിച്ചത്, അവർ മലയാളത്തിലെ വലിയ നടിയായിരിക്കുകയും കൂടുതൽ പണം സമ്പാദിക്കുകയും ചെയ്തതിന് ശേഷവും ഈ കേസുമായി ബന്ധപ്പെട്ട യുവനടിയെ സഹായിക്കുന്നത് കണ്ടില്ല. പെണ്ണിൻ്റെ ശത്രു പെണ്ണാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്തായാലും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറയുമ്പോൾ നിയമം നിയമത്തിൻ്റെ വഴിക്കല്ല പോകുന്നത്. നിയമം പ്രതി പറയുന്നിടത്തൂടെ പോകുന്നു, അല്ലെ പ്രതികൾ പറയുന്നിടത്തൂടെ പോകുന്നു, അല്ലെ പ്രതികളുടെ സ്റ്റാറ്റസ് നോക്കി പോകുന്നു, അല്ലെ പ്രതികളുടെ പണം നോക്കി പോകുന്നു. പണമുള്ളവനെ പേടിക്കുന്ന അവസ്ഥയിലേക്ക്, ഒത്തിരി സ്വാധീനമുള്ളവനെ പേടിക്കുന്ന രീതിയിലേക്ക് നിയമവ്യവസ്ഥ അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തിനും അത് ഇന്ത്യൻ നിയമത്തിനും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയ്ക്കുമെതിരെയുള്ള കറുത്ത ദിനങ്ങളാണ് ഈ ജഡ്ജിമാർ മാറുന്നതെന്ന് പറയാം. ജഡ്ജി മാറുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാമെങ്കിൽ, നിയമത്തിൽ അങ്ങനെ ചെയ്യാമെങ്കിൽ പോലും അതിന് ചില സാഹചര്യങ്ങളുണ്ട്. ഇത് പൊടുന്നനെ ഈ കേസിൽ നിന്ന് മാറേണ്ടതായ സാഹചര്യം എന്തായിരുന്നു എന്ന് ഭാവിയിൽ ഇവർ റിട്ടയർ ചെയ്തതിന് ശേഷമെങ്കിലും പുറത്തു പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഈ പറയുന്ന രീതിയിലുള്ള സ്ത്രീ സുരക്ഷ ഇനിയും നമ്മുടെ നാട്ടിലില്ല. യഥാർത്ഥ അതിജീവിതമാർക്കിവിടെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു മുൻ മുഖ്യമന്ത്രിയോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയോ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ഇല്ല എന്നുള്ളതും നമ്മൾ സങ്കടത്തോടെ ഓർക്കേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.